അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ, നമ്മുടെ പാഠം ഇസ്ലാമി സ്പെയിൻ കാ തെഹ്സീബിയോ സഖാഫത്തി ഇർത്തിഖ, ഇസ്ലാമിക് സ്പെയിനിൻ്റെ സാംസ്കാരിക നാഗരികമായിട്ടുള്ള വളർച്ചയെക്കുറിച്ചാണ്. ഇസ്ലാമിക് സ്പെയിന് യൂറോപ്പിനെന്നല്ല ലോകത്തിനാകമാനം ഒരു മാതൃകയായി തീർന്നിരുന്നു. പ്രത്യേകിച്ച് സ്പെയിനിൻ്റെ സുവർണ കാലഘട്ടം ആരംഭിക്കുന്നത് അബ്ബാസി ഹാക്കിമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബനു ഉമയ്യ കുടുംബത്തിലെ ഹിഷാം എന്ന രാജാവിൻ്റെ പേരക്കുട്ടിയായി വന്ന അബ്ദുറഹ്മാൻ ദാഖിലിൻ്റെ കാലഘട്ടത്തോടു കൂടിയാണ്. അബ്ദുറഹ്മാൻ ദാഖിൽ ख़ानदान बनी उमैया के खलीफा हिशाम का पोता हस्पानिया के हाकिम अब्बासी हाकिम को शिकस्त देकर अब्बासियों से क़त्अ ताल्लुक़ करके ख़ुद मुख्तार बादशाह बन गया और हस्पानिया सल्तनत हस्पानिया का कायम कर दिया. അദ്ദേഹമാണ് സൽത്തനത്തെ ഹസ്പാനിയ രൂപീകരിച്ചത്. അതിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. अरब से दरख्त मंगवाकर अंदलुस की सरजमीन में लगाने का सिलसिला भी അബ്ദുറഹ്മാൻ അവൽ ഹി കെ ദൗർ സെ ജാരി था. നമ്മൾ പറഞ്ഞിരുന്നു, സ്പെയിനുകാരുടെ ഒരു സ്വഭാവമായിരുന്നു നല്ല വിലപിടിപ്പുള്ള ഇതര രാജ്യങ്ങളിലുള്ള സുന്ദരമായ മരങ്ങളൊക്കെ സ്വന്തം വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിച്ച് ഭംഗി കൂട്ടുന്നൊരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അറബ് സെ ദറഖ്ത് മംഗവാക്കർ, അറേബ്യയിൽ നിന്ന് മരങ്ങൾ വാങ്ങിയിട്ട് അന്ദലുസ് കി സർസമീൻ മേ ലഗാനെ കാ സിൽസില, തൻ്റെ സ്പെയിനിലെ ഭൂമിയിൽ വെച്ച് പിടിപ്പിക്കുന്ന ആ ഒരു പരമ്പര അബ്ദുറഹ്മാൻ അവൽ ഹി കെ ദൗർ സെ ജാരി था. അബ്ദുറഹ്മാൻ അവലിൻ്റെ കാലഘട്ടത്തിൽ തന്നെ തുടർന്നിരുന്നു. इसी महल के पाएँ बाग में उसने अपने वतन दिमश्क से खजूर का एक दरख्त मंगवा कर लगाया. അദ്ദേഹം അബ്ദുറഹ്മാൻ അവൽ താൻ നിർമ്മിച്ച ആ കൊർഡോബയിലെ കൊട്ടാരത്തിൻ്റെ താഴ്ഭാഗത്ത് പായേ നീച്ചെ താഴ്ഭാഗത്തുള്ള ആ തോട്ടത്തിൽ തൻ്റെ നാടായ ഡമസ്കസിൽ നിന്ന് ഒരു ഈത്തപ്പന വാങ്ങി അത് അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ജോ ഉസെ ഉസ്കെ വതൻ കി യാദ് ദിലാതാ ഥാ, ആ ഈത്തപ്പന തൻ്റെ നാടിനെ ഓർമ്മിപ്പിക്കുമായിരുന്നു. एक रोज़ खजूर के उस दरख्त को देखकर उसे अपना वतन और अपनी बेसरो सामानी की हालत याद आ गई. അബ്ദുറഹ്മാൻ ദാഖിൽ എന്നാൽ വളരെ പാവപ്പെട്ട അബ്ബാസി ഖലീഫമാരിൽ നിന്ന് ധാരാളം ക്രൂരതകൾ, വേദനകൾ സഹിക്കേണ്ടി വന്ന അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു ദിവസം ഏക് റോസ് ഖജൂർ കെ ഉസ് ദറഖ്ത് കോ ദേഖ് കർ, ആ ഈത്തപ്പന നോക്കി നിന്നുകൊണ്ട് അപ്ന വതൻ ഓർ അപ്നി ബേസറോ സാമാനി കി ഹാലത്ത് യാദ് ആ ഗയി, തൻ്റെ നാടിൻ്റെയും തനിക്ക് ജീവിക്കാൻ വേണ്ട സാധന സാമഗ്രികൾ പോലുമില്ലാത്ത ആ അവസ്ഥ അദ്ദേഹത്തിന് ഓർമ്മ വരികയുണ്ടായി. ജിസ് പർ ഉസ്നെ ബഡേ ഹി പുർസോസ് അഷ്ആർ കഹെ, വളരെ വികാരഭരിതമായ കവിതകൾ അത് നോക്കിയിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. താരീഖ് മുഖരി മേ ഉസ്കെ വോ അഷ്ആർ മഹ്ഫൂസ് ഹെ, താരീഖ് മുഖരി എന്ന ഗ്രന്ഥത്തിൽ ആ കവിതകളൊക്കെ കുറിച്ചു വച്ചിട്ടുണ്ട്. हकीम अल उम्मत अल्लामा मोहम्मद इकबाल ने बाले जिब्रील में उन अशआर का मफहूम और अपने एहसासात एक नज़म की सूरत में यूं पेश किए हैं. അവിടെ അബ്ദുറഹ്മാൻ ദാഖിൽ പാടിയ ആ പാട്ടിൻ്റെ മഫ്ഹൂം, അതിൻ്റെ ഉദ്ദേശം അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ തൻ്റെ ഗ്രന്ഥം ബാലെ ജിബ്രീലിൽ ഈ വരികളിലൂടെ അദ്ദേഹം ആ ഒരു വികാരങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വരികളാണ്: मेरी आँखों का नूर है तू, मेरे दिल का सुरूर है तू, अपनी वादी से दूर हूँ मैं, मेरे लिए नखल तूर है तू, मगरिब के हवा ने तुझको पाला, सहराए अरब की हुर है तू, परदेश में ना सबूर हूँ मैं, परदेश में ना सबूर है तू,
गुर्बत की हवा में बार वर हूँ, साक़ी तेरा नम सहर हो। आलम का अजीब है नज़ारा, दामान निगाह है पारा पारा। हिम्मत को शनावरी मुबारक, पैदा नहीं बहर का किनारा। है सूज़ दरों से ज़िंदगानी, है सूज़ दरों से ज़िंदगानी, उठता नहीं खाक से शरारा। सुबह गुर्बत में और चमका, टूटा हुआ शाम का सितारा। मोमिन का जहाँ की हद नहीं है, मोमिन का മക്കാം ഹർ കഹീ ഹെ. വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. അദ്ദേഹം ആ മരം നോക്കിയിട്ട് പാടുകയാണ്. അത് അല്ലാമ ഇഖ്ബാലിൻ്റെ വരികളിലൂടെ പറഞ്ഞാൽ മേരി ആംഖോं का नूर है तू. തൻ്റെ നാടിനെ ഓർത്തുകൊണ്ട് തൻ്റെ പരിതാപകരമായ വളരെ ദാരിദ്ര്യം പിടിച്ച ആ അവസ്ഥകൾ ആലോചിച്ചുകൊണ്ട് അദ്ദേഹം പാടുകയാണ്. മേരി ആംഖോं का नूर है तू, എൻ്റെ കണ്ണിൻ്റെ വെളിച്ചമാണു നീ. മേരേ ദിൽ കാ സുറൂർ ഹേ തൂ, എൻ്റെ ഹൃദയത്തിന് സന്തോഷമാണു നീ. അപ്നി വാദി സെ ദൂർ ഹൂം മേ, ഞാൻ ജീവിച്ച മലയോരത്ത് നിന്ന് എത്രയോ ദൂരത്താണിപ്പോൾ നിലകൊള്ളുന്നത്. മെരേ ലിയേ നഖ്ല തൂർ ഹേ തൂ, മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിൻ്റെ പ്രകാശം പ്രത്യക്ഷപ്പെട്ട ആ ഈത്തപ്പന മൂസാ നബി അലൈഹി ഇസ്ലാമിന് എത്രമാത്രം പ്രാധാന്യമായിരുന്നു, അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എനിക്ക് നീ. മെരേലിയെ നഖ്ല തൂർ ഹേ തൂ, തൂർ സീന പർവ്വതത്തിലെ ഈത്തപ്പനയാണ് നീ എനിക്ക്. മഗ്രിബിക്ക് ഹവാന തുജ്ക പാല, മഗ്രിബ് ഭാഗത്തു നിന്ന് വരുന്ന കാറ്റുകളാണ് നിന്നെ പരിപാലിച്ച് വളർത്തിയത്. മഗ്രിബ് എന്നാൽ വെസ്റ്റ് എന്നും അല്ലെങ്കിൽ മൊറോക്കോ എന്നും അർത്ഥം വെക്കാം. മെഡിറ്ററേനിയൻ സീയുടെ ഒരു വശത്തായിട്ട് നിലകൊള്ളുന്ന മൊറോക്കോ എന്നും ഇവിടെ അർത്ഥമാക്കാം. അല്ലെങ്കിൽ നിന്നെ പരിപാലിച്ചത് ഈ മഗ്രിബിൻ്റെ പാശ്ചാത്യരുടെ കാറ്റാണ് നിന്നെ പരിപാലിച്ചത്. സഹറായ അറബ് കി ഹൂർ ഹേ തൂ, ഈത്തപ്പന നീ അറേബ്യൻ മരുഭൂമിയുടെ സുന്ദരിയാണ്. പരദേശ് മെ നാ സബൂർ ഹൂമേ, പ്രവാസത്തിൽ ഞാൻ വളരെ ക്ഷമകെട്ടവനാണ്. പരദേശ് മെ നാ സബൂർ ഹേ തൂ, നീയും ഈ പ്രവാസത്തിൽ ക്ഷമ നശിച്ചവനായിരിക്കും. ഗുർബത്ത് കി ഹവാ മെ ബാർ വർ ഹോ, ഗുർബത്ത് കി ഹവാ മെ ബാർ വർ ഹോ, സാഖി തെരാ നം സഹർ ഹോ. ബാർ വർ ഹോന എന്ന് പറഞ്ഞാൽ പുഷ്പിക്കുക, ഫലം കായ്ക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഗുർബത്ത് കി ഹവാ മെ ബാർ വർ ഹോ, സാഖി തെരാ നം സഹർ ഹോ. അപരിചിതമായ കാറ്റിലാണ് നീ പുഷ്പിച്ചിട്ടുള്ളത്. സാഖി തെരാ നം സഹർ ഹോ, നിനക്ക് വെള്ളം തന്ന് പരിപാലിച്ചത് നം സഹർ ഹോ, ഈ സ്പെയിനിലെ മഞ്ഞുതുള്ളികളാണ്. നം സഹർ ഷബ്നം, മഞ്ഞുതുള്ളി. നിന്നെ വെള്ളം തന്ന് പരിപാലിച്ചത് ഈ സ്പെയിനിൻ്റെ മഞ്ഞുതുള്ളികളാണ്. ആലം ക അജീബ് ഹെ നസാറ, ദാമാൻ നിഗാഹ് ഹെ പാര പാര. ഈ ലോകത്തിൻ്റെ കാഴ്ച തന്നെ വളരെ വിചിത്രമാണ്. ഈ ദുന്യാവിൻ്റെ കാഴ്ച തന്നെ വളരെ വിചിത്രമാണ്. ദാമാൻ നിഗാഹ് ഹെ പാര പാര. നിന്നെ കണ്ടു നിൽക്കുന്നതിൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോവുകയാണ്. നിന്നെ നോക്കി നിന്നുകൊണ്ട് ആ കാഴ്ചയിൽ ഞാൻ മുഴുകിപ്പോവുകയാണ്. ദാമാന നിഗാ പാര പാര ഹേ, യാനി ദേഖ്നെ മേ മഹൂ ഹോ രഹാ ഹൂം. നിന്നെ നോക്കി നിന്ന് ഞാൻ ആ നോട്ടത്തിൽ മുഴുകിപ്പോവുകയാണ്, ആ നോട്ടത്തിൽ ലയിച്ചു പോവുകയാണ്. എനിക്ക് പലതും ഓർമ്മ വരുന്നു. ഹിമ്മത് കോ ഷനാവരി മുബാറക്, पैदा नहीं बहर का किनारा, यानी हिम्मत मुबारक को शनावरी ബഹർ കാ കിനാര നെഹി पैदा करता. കടലോരങ്ങൾ മനോധൈര്യത്തിന് ഒരിക്കലും നീന്തൽ പഠിപ്പിക്കുകയില്ല.
ഒരാൾക്ക് മനോധൈര്യമുണ്ടെന്ന് വെച്ച് അയാൾക്ക് നീന്തൽ പഠിക്കാൻ സാധിക്കില്ല. നീന്താൻ വേണ്ടി കടലിലിറങ്ങി അത് പഠിക്കുമ്പോൾ മാത്രമേ, അത് വളരെ ശ്രമത്തോടുകൂടെ പഠിക്കുന്നവർക്ക് മാത്രമേ കടലിൽ നീന്താൻ സാധിക്കുകയുള്ളൂ. ഹേ സൂസ് ദറോൻ സെ ജിന്ദഗാനി ഉഠ്താ നഹി ഖാക്ക് സെ ഷറാറ. സൂസ് ദറോൻ യാനി ദിൽ കി തബിഷ്, മനസ്സിൻ്റെ താപം. ഷറാറ എന്നാൽ തീപ്പൊരി. ഹേ സൂസ് ദറോൻ സെ ജിന്ദഗാനി ഉഠ്താ നഹി ഖാക്ക് സെ ഷറാറ. മനസ്സിൻ്റെ അകത്തു നിന്ന് ഉയർന്നു പൊന്തുന്ന താപങ്ങൾ കൊണ്ട് തൻ്റെ ജീവിതം ഒരിക്കലും മണ്ണിൽ നിന്ന് തീപ്പൊരി പറത്താൻ സാധിക്കില്ല. തൻ്റെ ജീവിതത്തിന് ഒരിക്കലും മണ്ണിൽ നിന്ന് തീപ്പൊരി പറത്താൻ സാധിക്കില്ല. അതിന് നല്ല പ്രയത്നങ്ങൾ ആവശ്യമാണ്. ഡമസ്കസിൽ കടക്കുന്ന അബ്ദുറഹ്മാൻ സ്പെയിനിൽ വന്ന് ഒരു പരദേശിയായി അവിടെ രാജാവായി വാണുകൊണ്ട് താൻ നട്ടുപിടിപ്പിച്ച തൻ്റെ കൊട്ടാരത്തിൻ്റെ മുന്നിലുള്ള ആ ഈത്തപ്പനയെ നോക്കിയിട്ട് പറയുകയാണ്, ജീവിതത്തിൽ വല്ലതും നേടണമെങ്കിൽ മനോധൈര്യം മാത്രം പോരാ, അത് പ്രവർത്തനങ്ങൾ കൊണ്ട് തെളിയിച്ചേ മതിയാകൂ. സുബഹ ഗർബത്ത് മേ ഓർ ചംക ടൂട്ടാ ഹുവാ ഷാം കാ സിതാര. ആ വിദേശത്തു നിന്ന് പരദേശത്തു നിന്നുള്ള ആ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ ഷാമിൻ്റെ ആ പൊളിഞ്ഞുപോയ മുറിഞ്ഞുപോയ നക്ഷത്രം ഒരിക്കൽ കൂടെ പ്രകാശിച്ചു. ടൂട്ടാ ഹുവ സിതാര യാനി തൻ്റെ ഡമസ്കസ് ആകുന്ന തൻ്റെ നാട്ടിൽ നിന്ന് വളരെ വിദൂരത്ത് പോയ അബ്ദുറഹ്മാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മോമിൻ കെ ജഹാൻ കി ഹദ് നഹി ഹെ. ആ മരത്തെ നോക്കിയിട്ട് പറയാണ്, ഈ മരം തെളിയിക്കുന്നുണ്ട് മുഅ്മിൻ്റെ ലോകമെന്നാൽ അതിന് പരിധികളില്ല. മോമിൻ ക മഖാം ഹർ കഹി ഹെ. മുസൽമാൻ്റെ സ്ഥാനമെന്നാൽ അത് ഹർ കഹി ഹെ, ഹർ ജഗാ ഹെ. എല്ലായിടവും അത് മുസൽമാനുള്ളതാണ്. മുസൽമാന് ബൗണ്ടറികളില്ല. ബൗണ്ടറികൾ കടന്ന്, എല്ലാ ബൗണ്ടറികളും മുറിച്ചു കടന്ന് ഇസ്ലാമിൻ്റെ ദഅവത്ത് എല്ലായിടങ്ങളിലേക്കും എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം അത് എല്ലാ മുസൽമാനുമുണ്ട് എന്ന വളരെ അർത്ഥവത്തായ ഒരു വരിയാണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ഇതിനെക്കുറിച്ച് പാടിയിട്ടുള്ളത്. ഇസ്ലാमी स्पेन के दूसरे बहुत से मुसलमान हुक्मरानों ने भी ख़ुत्ते अरब से बहुत से नए फलदार दरख्त സ്പെയിൻ में മുതാറഫ് करवाए. ഇസ്ലാമിക് സ്പെയിനിൻ്റെ മറ്റു ധാരാളം മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾ ഖുത്തയെ അറബ് യാനി അറേബ്യൻ നാട്ടിൽ നിന്നുള്ള ധാരാളം ഫലം കായ്ക്കുന്ന മരങ്ങൾ സ്പെയിനിൽ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. മുതാറഫ് കർവായെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഓർ ജാ ബജ യാനി ഹർ ജഗ, എല്ലായിടങ്ങളിലും ഉൻകെ ബാഗാത്ത് ലഗ്വായെ, ആ അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഫലം കായ്ക്കുന്ന മരങ്ങളുടെ തോട്ടങ്ങൾ ഉണ്ടാക്കി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഉൻമേൻ സെ കുച്ച് ബാഗാത്ത് കി ബാക്കിയാത്ത് അഭി തക് മൗജൂദ് ഹെ. അവർ വെച്ച് പിടിപ്പിച്ച തോട്ടങ്ങളുടെ ചില അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ दुवम के दौरे हुकूमत में मुल्क तहजीब के उरूज कमाल को जा पहुँच जाता. അബ്ദുറഹ്മാൻ രണ്ടാമൻ്റെ ഭരണകാലത്ത് ആ രാജ്യം സംസ്കാരത്തിൻ്റെ അത്യുന്നതിയിലേക്ക് എത്തിപ്പെട്ടിരുന്നു. മഷ്രിഖിയോ മഗ്രിബി തഹസീബ് കെ സംഗം സെ ഏക് നയെ ഇംതിസാജ് നെ ജനം ലിയ. കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും സംസ്കാരത്തിൻ്റെ സംഗമമായിരുന്ന സ്പെയിൻ ഒരു പുതിയ മിശ്രിതം തന്നെ അവിടെ ജന്മമെടുത്തു. മ്യൂസിക്കി സെ അബ്ദുറഹ്മാൻ ദുവം കോ ഖാസ് ലഗാവോ ഥ. മ്യൂസിക്കിനോട് അബ്ദുറഹ്മാൻ രണ്ടാമനോട് പ്രത്യേകം താല്പര്യമുണ്ടായിരുന്നു. ഉസ്കെ അഹദ് മേ അന്ദുലുസ് മേ മ്യൂസിക്കി കെ ബഡേ ബാകമാൽ അസാത്തിസ പൈദാ ഹുയെ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് മ്യൂസിക്കിൻ്റെ വലിയ കഴിവുള്ള ബാകമാൽ അസാത്തിസ, വലിയ നിപുണരായ മാസ്റ്റേഴ്സ് തന്നെ അവിടെ ജന്മമെടുത്തിരുന്നു. ജിനൂനെ മഷ്രിഖോ മഗ്രിബ് കെ ദൂർ ദറാസ് മമാലിക് സെ ബി സാഹിബാനെ സൗഖ് സെ ഖറാജ് തഹ്സീൻ ഹാസിൽ കിയാ. അവർ
കിഴക്കിലെയും പടിഞ്ഞാറിലെയും വളരെ വിദൂരത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ വലിയ വലിയ മാഹിര്യങ്ങളായ നിപുണരായ ആളുകളിൽ നിന്ന് അവരുടെയൊക്കെ അനുവാദവും അവരുടെയൊക്കെ ആശീർവാദവും നേടിയെടുത്തവരായിരുന്നു. അവരിൽ നിന്നൊക്കെ പഠിച്ച് വന്നവരായിരുന്നു അവർ. ഇസ്ലാമി അഹദ് കി സൂഫിയാന മ്യൂസിക്കി ഇസ് അഹദ് മേ അപ്നെ കമാൽ കോ ജാ പഹുഞ്ചി. ഇസ്ലാമിക കാലഘട്ടത്തിൽ സൂഫി മ്യൂസിക്കിന് ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു. ഈ കാലഘട്ടത്തിലാണ് സൂഫി മ്യൂസിക്കിന് രൂപം കൊണ്ടത്. और बाद अज़ां यानी उसके बाद അതിനുശേഷം उसने यूरोप की मूसीकी पर भी गहरे असरात मुरतब किए. ഇതിനു ശേഷം സൂഫി മ്യൂസിക്കിൽ അതിയായി താല്പര്യമുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ രണ്ടാമൻ അതിനുശേഷം യൂറോപ്യൻ മ്യൂസിക്കിനോടും ഗാഢമായ സ്വാധീനം ഉണ്ടാക്കി തീർത്തു. ഗഹറെ അസറാത്ത് മുറത്തബ് കിയെ, അസറാത്ത് ബനായെ, ഗാഢമായ സ്വാധീനങ്ങൾ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. സ്പെയിൻ की सकाफती तरक्की का तज़किरा हो और उसमें उस्ताद ज़रियाब का ज़िक्र न आए ये मुमकिन नहीं. സ്പെയിനിൻ്റെ സാംസ്കാരിക നാഗരികമായിട്ടുള്ള വളർച്ചയെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. തസ്കിറ യാനി ചർച്ച. ആ സ്മരണ നമ്മൾ നടത്തുമ്പോൾ അതിൽ ഉസ്താദ് സറിയാബ് എന്ന മഹാപണ്ഡിതൻ്റെ പരാമർശമില്ലാതെ അത് ഒരിക്കലും പരിപൂർണമാകില്ല. യെ മുംകിൻ നഹി. ആ പരാമർശമില്ലാതെ നമുക്ക് ഒരിക്കലും അത് തീർക്കാൻ സാധിക്കില്ല. ഖിലാഫത്തെ ബഗ്ദാദ് കെ നാംവർ മ്യൂസിക്കാർ इसहाक मूसली का अजीम शागिर्द ज़रियाब बगदाद से हिजरत करके स्पेन में जा आबाद हुआ. ഖിലാഫത്ത് ബഗ്ദാദിൻ്റെ ഒരു പ്രസിദ്ധനായ മ്യൂസിഷ്യനായിരുന്ന ഇസ്ഹാഖ് മൂസിലി എന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്ന സറിയാബ് ബഗ്ദാദിൽ നിന്ന് ഹിജ്റ ചെയ്ത് അവിടുന്ന് പലായനം ചെയ്ത് സ്പെയിനിൽ വന്നുപെടുകയും അവിടെ അധിവസിക്കുകയും ചെയ്തു. उसने स्पेन की तहजीब व सकाफ़त में कई दरख्शां अबवाब का इजाफ़ा किया. അദ്ദേഹം സ്പെയിനിൻ്റെ സംസ്കാരത്തിനും അവിടുത്തെ നാഗരികതയ്ക്കും വലിയ ചമക്ദാർ നല്ല തേജസ്സുള്ള നല്ല തിളക്കമുള്ള പല കവാടങ്ങളും അദ്ദേഹത്തിൻ്റെ വകയായി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. वो बिला मुबालगा स्पेन का तानसीन था. അദ്ദേഹം ബിലാ മുബാലക എക്സാജറേഷൻ ഇല്ലാതെ തന്നെ, ഒരു എക്സാജറേഷനും വേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ സ്പെയിൻ കാ താൻസീൻ ഥ. താൻസീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നിപുണനായ ഗായകനായിരുന്നു. അവിടുത്തെ ആരായിരുന്നു? അതിനിപുണനായ ഗായകനായിരുന്നു അദ്ദേഹം. താൻസീൻ മാഹിർ ഗാനേവാല, വളരെ നിപുണനായ പാട്ടുകാരനായിരുന്നു. ഏക് റിവായത്ത് കെ മുതാബിക് ഉസേ 1000 രാഗ് യാദ് ഹെ. ഒരു റിവായത്ത് പ്രകാരം അദ്ദേഹത്തിന് 1000-ഓളം രാഗങ്ങൾ ഓർമ്മയുണ്ട്. म्यूसिकियो देगर फ़नून लतीफ़ा का रसिया होने के साथ साथ उसकी शख्सियत में ये खूबी थी. മ്യൂസിക്കും മറ്റു നല്ല രസകരമായ കലകളോടും വളരെ തൽപരനായിരുന്ന റസിയ, ഷായിഖ് വളരെ തൽപരനായിരുന്ന അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ റസിയ ഹോനേക്കെ സാത്ത് സാത്ത് അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ഉസ്കി ഷഖ്സിയത്ത് മേ യേ ഖൂബി ഥി, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ഈ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കെ വോ ഹർ ഫൻ മൗലാ ഥ, അദ്ദേഹം ഒരു സർവകലാവല്ലഭനായിരുന്നു. വോ ഹർ ഫൻ മൗലാ ഥ, അദ്ദേഹം ഒരു സർവകലാവല്ലഭനായിരുന്നു. ഉസ്കാ സൗഖ് ലത്തീഫ ബഡ ആലി ഥ, അദ്ദേഹത്തിൻ്റെ ഒരു നർമ്മത്തോടുള്ള
തമാശയോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിരുചി അത് വളരെ വലിയതായിരുന്നു. ഓർ ബേഹദ് സഹീൻ ഭീത, അദ്ദേഹം വളരെ തമാശക്കാരനായിരുന്നു എന്നതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ബേഹദ് സഹീൻ ഭീത, വളരെ അങ്ങേയറ്റം ബുദ്ധിമാനായ ആളുമായിരുന്നു. موسیقی کے علاوہ اس نے اسلامی اسپین کی تہذیب کے ارتقاء میں دوسرے بہت پہلوؤں پر بھی خاص توجہ دی. മ്യൂസിക്കിൻ്റെ പുറമെ അദ്ദേഹം ഇസ്ലാമിക് സ്പെയിനിൻ്റെ സംസ്കൃതിയുടെ വളർച്ചയ്ക്ക് മറ്റു പല മേഖലകളിലും പെഹലു, ജാനിബ്, മറ്റു പല ഭാഗങ്ങളിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. നയെ ഫാഷൻ നിക്കാൽനേമേ, പുതിയ പുതിയ ഫാഷനുകൾ ഇറക്കുന്നതിൽ ഉസേ കമാൽ മഹാരത്ത് ഹാസിൽ തി, അങ്ങേയറ്റത്തെ നൈപുണ്യം കരസ്ഥമാക്കിയിരുന്നു. ഓരോ സമയത്തും പ്രത്യേകം ഫാഷനുകൾ ഇറക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. ഉസ്നെ മുൽക്ക് മേ ഫന്നെ ആറായിഷ് അഥവാ ഡെക്കറേറ്റീവ് ആർട്ട് തെർവീജ് ദി, അദ്ദേഹം ആ രാജ്യത്ത് ഫന്നെ ആറായിഷ് അഥവാ ഡെക്കറേറ്റീവ് ആർട്ടിന് അദ്ദേഹം തെർവീജ് ദി, അതിനെ വളർത്തിയെടുക്കുകയും ചെയ്തു. वो ഷാഹി മജാലിസ് കി തസീൻ ആറായിഷ് കാ മാഹിർ था, അദ്ദേഹം രാജകീയ സദസ്സുകൾക്ക് ഭംഗി കൂട്ടുവാനുള്ള, അതിനെ അലങ്കരിക്കുവാനും അദ്ദേഹം വളരെ നിപുണനായിരുന്നു. ഉസ്നെ അന്ദുലുസ് കെ ലിബാസ് ഓർ തആം മേ ഹൈറത്ത് അംഗീസ് തബ്ദീലിയാ പൈദാക്കി, അദ്ദേഹം സ്പെയിനിൻ്റെ വസ്ത്രത്തിലും അതേപോലെ ഭക്ഷണശൈലിയിലും വളരെ അത്ഭുതകരമായ പരിഭ്രാന്തമുണ്ടാക്കും വിധം മാറ്റങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. नए नए फैशन ईजाद करके जहां उसने लोगों को बेहतरीन और दीदा ज़ेब लिबास तैयार करने का ढंग सिखाया और स्पेन के तर्ज़ मुआशरत में इनकलाब पैदा किया, वहाँ वो एक माहिर कुक भी था. അദ്ദേഹം എവിടൊക്കെയാണോ പുതിയ പുതിയ ഫാഷനുകൾ കണ്ടെത്തിയിട്ടുള്ളത്, എവിടൊക്കെയാണോ ജനങ്ങൾക്ക് ഏറ്റവും നല്ല കാണാൻ രസകരമായ ദീദാസേബ്, മനോഹരമായ വസ്ത്രങ്ങൾ തയ്യാറാക്കി കൊടുത്തുകൊണ്ട് പുതിയ ശൈലി പഠിപ്പിച്ചു കൊടുത്തത്, പുതിയ ഓർ സ്പെയിൻ കെ തൊർസെ മുആശറത്ത് മേ, സ്പെയിനിൻ്റെ സാമൂഹിക ശൈലിയിൽ തന്നെ, അവരുടെ പെരുമാറ്റത്തിൽ തന്നെ ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിച്ചത് എവിടൊക്കെയാണോ അവിടെയെല്ലാം വോ ഏക് മാഹിർ കുക്ക് ഭീ താ, അവിടെയെല്ലാം അദ്ദേഹം ഒരു നിപുണനായ കുക്ക് എന്ന നിലയിലും അറിയപ്പെട്ടിരുന്നു. സ്പെയിൻ കെ ബഹുത് സെ ഖാനെ ഉസീനെ ഈജാദ് കിയെ, സ്പെയിനിലെ ധാരാളം ഭക്ഷണങ്ങൾ, പുതിയ പുതിയ ഭക്ഷണങ്ങൾ, പുതിയ പുതിയ ഇനങ്ങളിലുള്ള ഭക്ഷണങ്ങൾ അദ്ദേഹം തന്നെയാണ് കണ്ടെത്തിയത്. ജിൻകി ബാക്കിയാത്ത് ആജ് കെ സ്പെയിൻ മേ ഭി മൗജൂദ് ഹെ, അതിൻ്റെ അവശിഷ്ടങ്ങൾ, അദ്ദേഹം കണ്ടെത്തിയ ഭക്ഷണ വിഭവങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നും സ്പെയിനിൽ നമുക്ക് കാണാൻ കഴിയും, ഇന്നും അവിടെ ലഭ്യമാണ്. ഉസ്നെ ആം ഖാനെ പക്കാനെ കെ ഭി നയെ നയെ ത്വരീഖെ നിക്കാലെ, അദ്ദേഹം സാധാ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുവാനുള്ള പുതിയ പുതിയ രീതികൾ കണ്ടെത്തി. ജിൻസെ ഖാനെ സിയാദ ലസീസ് തയ്യാർ ഹോത്തെ थे, അതുകൊണ്ട് അവരുടെ ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ രുചികരമാക്കി തീർക്കുവാനും സാധിച്ചിരുന്നു. ഉസ്നെ ഖാനെ കെ ലിയെ ശീശെ കെ ബർത്തനോ കോ ഭി റിവാജ് ദിയ, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഗ്ലാസിൻ്റെ പാത്രങ്ങൾ, നമ്മളൊക്കെ ഇന്ന് ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ പാത്രങ്ങളുണ്ടല്ലോ, ആ ഒരു ശൈലിക്ക് രൂപം നൽകിയതും, ആ ഒരു റിവാജ്, ആ ഒരു പതിവിന് രൂപം നൽകിയതും അദ്ദേഹം തന്നെയാണ്. ഓർ ചമ്മച്ച് ഓർ ഛുരി കാണ്ടെ സെ ഖാനെ കാ ത്വരീഖ ഭി നിക്കാല, അതുപോലെ തന്നെ കയ്യിൽ കൊണ്ടും ഛുരി കാണ്ടെ അഥവാ ഇന്നൊക്കെ വളരെ വലിയ ഫാഷനായി അംഗീകരിക്കപ്പെടുന്ന നൈഫ് ആൻഡ് ഫോർക്ക്, യൂറോപ്യൻ സ്റ്റൈലായി നമ്മൾ കാണുന്ന നൈഫ് ആൻഡ് ഫോർക്ക്, അത് വ്യാപകമാക്കി തീർത്തതും അത് ഒരു പൊതു ശൈലിയാക്കി തീർത്തതും അദ്ദേഹം തന്നെയാണ്. ആ റിവാജ്, ആ ഒരു ശൈലി, ആ ഒരു ദസ്തൂർ കൊണ്ടുവന്നതും അദ്ദേഹം തന്നെയാണ്.
सर के बालों की मांग बाएं तरफ से निकालने का तरीक़ा भी उसी का ईजाद करदा है. തലമുടിക്കിടയിലുള്ള ആ വര, തലവര ഇടത് ഭാഗത്ത് നിന്ന് പ്രദർശിപ്പിക്കുന്ന ശൈലി, അഥവാ മുടി ഒരു ഭാഗത്തേക്ക് മാത്രം വാർന്നു വെച്ച് ഇടത് ഭാഗത്ത് ആ തലയിലെ വര പ്രദർശിപ്പിക്കുന്ന ആ ഒരു സ്റ്റൈല് ഉണ്ടാക്കിയതും ഉസീക ഈജാദ് കർദാ ഹെ, അദ്ദേഹത്തിൻ്റെ നിർമ്മിതി തന്നെയാകുന്നു. ഉസ്സെ കബിൽ സാരി ദുനിയാ കെ ലോഗ് ഹമേഷ ദർമിയാ സെ മാങ് നിക്കാൽത്തെ थे. അതിനു മുമ്പ് ലോകത്ത് എല്ലാ ജനങ്ങളും ഇടയിലൂടെ, ഇടത്തേക്കും വലത്തേക്കുമല്ലാതെ ആ നടുവിലൂടെ, ഇടയിലൂടെയായിരുന്നു അവർ ആ തലവര പ്രദർശിപ്പിച്ചിരുന്നത്. യൂറോപ്പ് ഭർ മേ ഉസെ ഫാഷൻ കാ ബാവ ആദം സംജാ ജാതാ ഥാ. യൂറോപ്പ് മുഴുവൻ അദ്ദേഹത്തെ ഫാഷൻ്റെ ഫാദർ ഓഫ് ഫാഷൻ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അൽ ഗറസ്, ചുരുക്കത്തിൽ ഉസ്നെ യൂറോപ്പ് കെ കൾച്ചർ മേ എക് ഹസീൻ ഇൻഖിലാബ് ബപ്പാ കർ ദിയ. ചുരുക്കി പറയുകയാണെങ്കിൽ യൂറോപ്പിൻ്റെ കൾച്ചറിൽ തന്നെ, തെഹ്സീബിൽ തന്നെ ഒരു സുന്ദരമായ വിപ്ലവം അദ്ദേഹം ഉണ്ടാക്കി തീർത്തു. ബപ്പാ കർണ, ബർപ്പാ കർണ, ഉണ്ടാക്കുക. ജിസ്കെ അസറാത്ത് ആജ് കെ യൂറോപ്പ് മേ ഭി ബഖൂബി ദേഖേ ജാ സക്തേ ഹേ. അതിൻ്റെ അടയാളങ്ങൾ ഇന്നും യൂറോപ്പിൽ വളരെ സുന്ദരമായിട്ട്, നന്നായിട്ട് ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ഷൂമീ കിസ്മത്ത്, ഷൂമീ കിസ്മത്ത് ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഷൂമീ കിസ്മത്ത് ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അല്ലെങ്കിൽ ദുശഗുണമെന്ന് പറയട്ടെ. കെ ആജ് കെ സാദാ ലോഹ് മുസൽമാൻ, ഇന്നത്തെ പൊതുവെ മുസ്ലിമീങ്ങൾ ഉന്മേ സെ ബഹുത് സി അഷ്യാ കോ മഗ്രിബി തഹ്സീബ് കാ നാം ദേക്കർ നാപസന്ത് കർത്തേ ഹേ. അദ്ദേഹമുണ്ടാക്കി തീർത്ത ധാരാളം ഫാഷനുകളെ മഗ്രിബി തഹ്സീബ് കാ നാം ദേക്കർ, പാശ്ചാത്യ സംസ്കാരം എന്ന പേര് നൽകിയിട്ട് നാപസന്ത് കർത്തേ ഹേ, അവയെ എല്ലാവരും വെറുക്കുകയും ചെയ്യുന്നു. പൊതുവെ മുസ്ലിമീങ്ങൾ ഇവയൊക്കെ പാശ്ചാത്യ സംസ്കാരം എന്ന പേരിട്ടുകൊണ്ട് അതിനെ വെറുക്കുകയും ചെയ്യുന്നു. ഹാലാങ്ക് ഏതവസരത്തിൽ സൂറത്തെ ഹാൽ യേ ഹെ, അതിൻ്റെ യഥാസ്ഥിതി ഇതാകുന്നു. കെ യൂറോപ്പ് की मौजूदा तहजीब में बहुत कुछ हमारे ही ईजाद का तहजीबी वर्षा है. ഏതവസ്ഥയിൽ അവിടുത്തെ സ്ഥിതി ഇതാണ്. യൂറോപ്പിലെ നിലവിലുള്ള സംസ്കാരത്തിൻ്റെ ധാരാളം കാര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ സംസ്കാരത്തിൻ്റെ പാരമ്പര്യമാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വറസത്താകുന്നു. और अगर आज हम उसमें से किसी अच्छी बात पर अमल करते हैं तो वो यूरोप की नक्काली हरगिज़ नहीं. അന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയെടുത്ത വല്ല കാര്യവും ഇന്ന് നമ്മൾ പ്രാവർത്തികമാക്കുന്നു എങ്കിൽ അതൊരിക്കലും യൂറോപ്പിനെ പിന്തുടരലല്ല, യൂറോപ്പിനെ കോപ്പി ചെയ്യലല്ല, അനുകരിക്കലല്ല. ഹർഗിസ് നഹി, ഒരിക്കലുമല്ല. ബൽക്കെ ഹമാരി അപ്നി ഹി ഖോയി ഹുയി തഹ്സീബ് കി ബാസ്ഗഷ്ത് ഹേ. പക്ഷേ മറിച്ച് നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞ നമ്മുടെ സംസ്കാരത്തിൻ്റെ ബാസ്ഗഷ്ത് ഹേ, നമ്മൾ തിരിച്ചു പിടിച്ചതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നാം നഷ്ടപ്പെടുത്തി കളഞ്ഞ നമ്മുടെ സംസ്കാരത്തെ നാം തിരിച്ചു പിടിച്ചു. നമ്മൾ വാപ്പസി, ബാസ്ഗഷ്ത് വാപ്പസി, നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ സംസ്കാരത്തിലേക്ക് തിരിച്ചുപോയി എന്നേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ബിരുദാവാം. സലാം.